ഓക്കെ, ശ്രീ രാധാകൃഷ്ണൻ ചെറുവല്ലി, ഇവിടെ ജമാഅത്തെ ഇസ്ലാമി UDF ബന്ധം എടുത്തിട്ടത് വലിയ ചർച്ചയായി നിലമ്പൂരിൽ. അതൊരു അടുത്ത തെരഞ്ഞെടുപ്പ്, ഇനി വരാൻ പോകുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള LDFിൻ്റെ ഒരു അജണ്ട സെറ്റ് ചെയ്യലായിരുന്നു. ശരിക്കും അത്തരത്തിലുള്ള ചർച്ചകളും വരുന്നുണ്ട്. അത് ഞാൻ മറുപടി പറയാം. എന്തായാലും നരേന്ദ്രമോദിക്കുള്ള പേഴ്സണലായിട്ടുള്ള ജനങ്ങളുടെ സമ്മാനമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇത്രയേറെ താഴ്ത്തി കെട്ടിയതിന് ഈ സുഹൃത്തിനെ സംഘടനാ നടപടിക്ക് വിധേയമാക്കുമോ എന്ന് എനിക്കറിയില്ല. നരേന്ദ്രമോദി കിട്ടിയ അങ്ങേരാണ് കെട്ടിവെച്ച പണവും പോയി ഇവിടെ തറ തപ്പി നിന്ന ആള് തറ മണ്ണ് പറഞ്ഞോളൂ എന്ന് നിൽക്കുന്ന അതെ ഇടയിൽ ഇങ്ങനെ പറയുന്നത് എങ്ങനെയാണ് കയറുന്നത്? നിങ്ങൾ BJP കാരന് മുമ്പ് വരുമ്പോൾ നിങ്ങൾ പേടിച്ചു പോവോ? ഇല്ല രാധാകൃഷ്ണൻ ചെറുവല്ലി സാറിന് സമയം തരും. ഇല്ല, ഈ സൗജന്യം നമ്മളോടൊപ്പം കാണിക്കണം. ഞങ്ങൾക്ക് കിട്ടിയ ഓരോ വോട്ടിനും ഞങ്ങൾ ബഹുമാനിക്കുന്നു. ശരി ഓക്കെ, അങ്ങനെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. ഓക്കെ, അദ്ദേഹം വളരെ വ്യക്തം. നിങ്ങളുടെ വോട്ടെല്ലാം LDFന് പോയെന്നാ എന്റെ അവസരമാണ്. ശരി, ഓക്കെ, ഞാൻ വരാം. രാധാകൃഷ്ണൻ സാർ സംസാരിച്ചു. എൻ്റെ വളരെ കൃത്യമായൊരു പോയിന്റാണ്. നരേന്ദ്രമോദിക്ക് കേരള ജനങ്ങൾ കൊടുത്ത അംഗീകാരമാണ് ഈ തെരഞ്ഞെടുപ്പെന്ന് പറയുക വഴി അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്വാധീനവും ഇല്ല എന്ന് തെളിയിച്ചത് അദ്ദേഹത്തിൻ്റെ നാക്കുകൊണ്ട് തന്നെ പറഞ്ഞത് വളരെ സന്തോഷമുണ്ട്. ഇത് ഈ കെട്ടിവെച്ച പണം ഇവിടെ പോയി. ഇവർക്ക് എന്ത് തരത്തിലുള്ള വർഗീയതയ്ക്കെതിരെ പറയാനുള്ള അവകാശമാണ് ഈ RSSനും BJPക്കും ഉള്ളത്? അവർ തന്നെ സ്വയം ഒരു വർഗീയ കക്ഷിയാണ്. വളരെ സമാധാനത്തിൽ ജീവിച്ച ഇന്ത്യയിൽ വർഗീയ രാഷ്ട്രീയം വളർത്തിയെടുക്കുകയും ഭിന്നിപ്പുണ്ടാക്കുകയും ഇന്ത്യയെ പല കഷ്ണങ്ങളാക്കാൻ സാധ്യതയുള്ള ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുകയും പഹൽഗാം പോലുള്ള സ്ഥലങ്ങളിൽ ഭീകരന്മാർ കടന്നു വന്ന് 8 or 10 ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് സ്വതന്ത്രമായി കടന്നു വന്ന് പൗരന്മാരെ വെടിവെച്ച് കൊന്ന ഇന്ത്യയിലെ ഈ 370 നടപ്പിലാക്കിയാലെല്ലാം ഭദ്രമാവെന്ന് പറഞ്ഞ് ഇന്ത്യയെ കുട്ടിച്ചാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനം കേരളത്തെ മോശമാക്കി കാണുകയാണ്. നിങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് തന്നെ പാരാമീറ്റേഴ്സ് അനുസരിച്ച് ഏത് കാര്യത്തിലാണ് കേരളം പുറകെ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഈ സുഹൃത്ത് കേരളത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടാവില്ല. ശരി, നമുക്ക് നിലമ്പൂരിലേക്ക് വരാം. അല്ലെ, ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾ ഈ ഏട്ടത്താപ്പ് കാണിക്കരുത്. ഒരാളിന് എന്ത് പറയാനുള്ള സ്വാതന്ത്ര്യം എന്റെ നേരെ കത്തി വന്നുക. സെൻസർ ബോർഡും അങ്ങനെയാണ്. ജാനകി എന്ന പേര് ഉപയോഗിച്ചുകൂടെ, അവിടെ കത്തി കയറ്റും. നിങ്ങൾ അങ്ങനെ അപ്പൊ അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇവിടെ വേറൊരാൾ ഈ അൻവറിന്റെ സുഹൃത്ത് അൻവർ ഇവിടെ നിന്ന് പടച്ചടിച്ച് പോയതെന്തിനാണ്? ഇപ്പോൾ നിലമ്പൂരിനെ എടുത്ത് തലകീഴായിട്ട് മറിക്കുന്നല്ലേ പോയത്? തോറ്റ് തൊപ്പിയിട്ടിട്ടാണ് പറയുന്നത്. ഇപ്പോൾ കേട്ട തോന്നും ജയിച്ചത് അൻവറാണെന്ന്. അയാളുടെ വ്യവസായിയാണ്. അവിടെ കർഷകരെ പറ്റിയാണ് സംസാരിക്കുന്നത്. അവിടെ അണകെട്ടിയതും ഭൂമി വെട്ടിപ്പിടിച്ചതുമായ നിരവധി കേസുകൾ അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ തന്നെ കോടതി കിടപ്പുണ്ട്. ഇതെല്ലാം വച്ച് ഫിറ്റ് ചെയ്യുന്നതാണ്. സ്വയം ഒരു ജനങ്ങളുടെ നേതാവാണ്, അവിടുത്തെ മലയോര ജനങ്ങളുടെ നായകനാണ് എന്ന് പറയുകയും തൃണമൂലാണെന്ന് പറയുകയും ഒരു മൂലത്തിലും ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഇദ്ദേഹം. എവിടെയാണ് നിൽക്കുന്നത്? അങ്ങോട്ട് കോൺഗ്രസിലേക്ക് പോകാൻ വേണ്ടി പിച്ചക്കാരനെ പോലെ നിൽക്കുകയാണ് അവിടെ ഒരു കാലം അങ്ങോട്ട് വെച്ചിട്ട്. അത് ജയിക്കും മുമ്പേ മന്ത്രിയാവണം. ഇത്രയും ഒരു കോമാളി വേഷം കിട്ടുന്ന മനുഷ്യന് അദ്ദേഹം ഇപ്പോൾ അങ്ങ് എല്ലാം ഈ പിണറായിയെ നന്നാക്കി കളയാൻ വേണ്ടി പിണറായി നിങ്ങൾ നിൽക്കാതെ വെമ്പി നിൽക്കുകയല്ലേ, ഒന്ന് അടങ്ങ്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഈ തൃണമൂലം എന്ന് പറഞ്ഞാൽ ആദ്യം എവിടെയാണെന്ന് ഉറപ്പിക്കട്ടെ. പിണറായി വിജയനെ തിരുത്താൻ ഇറങ്ങിയിട്ട് ഇപ്പൊ എവിടെ എത്തി? ഒരു MLA പോലും അല്ലാതെയായി. കുറച്ച് ദിവസം കൂടി പ്രഭാവം നീ കാശിറക്കാൻ ഉണ്ടെങ്കിൽ കുറേ കാലം കൂടെ ഇങ്ങനെയൊക്കെ നിൽക്കാം. അത് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് എന്ത് മറിപ്പാണ് മറിക്കാൻ പോണത്? ഇതെല്ലാം ഇത്തരം ചില പ്രതിഭാസങ്ങൾ സോപ്പ് കുമ്പളകണൊക്കെ ഉണ്ടാവും. അതിനെ താത്വിക പരിവേഷം കൊടുത്ത് അദ്ദേഹം ജനകീയ നായകനാണ്, അവിടുത്തെ മലയോര ജനങ്ങളെ ഇപ്പോൾ പരിഹരിച്ചു കളയും. ഇതൊക്കെ തന്നെ താൽക്കാലിക നേട്ടത്തിന് വേണ്ടിയും പിണറായി വിജയൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ പല ഡിമാൻഡുകളും ചെലവാകാത്തതുകൊണ്ടാണ് കലകിച്ച് പോയത്. വെളിയിൽ പറയണ കാര്യങ്ങളൊന്നുമല്ല. അപ്പം അതുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ഏത് പരാജയവും പിന്നോട്ടടികളും മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കും, ക്ഷമയോടെ പ്രവർത്തിക്കും. ജയിച്ചാലും തോറ്റാലും തെരഞ്ഞെടുപ്പിൽ മാത്രം ലക്ഷ്യം വെക്കുന്ന പ്രവർത്തനമാണ് അല്ല CPM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് തെരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് ഇതരമായ പ്രവർത്തനങ്ങളിൽ പോയി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ശരിയല്ല. കാരണം നിങ്ങൾ BJP-കാരന് ഇഷ്ടം പോലെ സമയം കൊടുക്കുന്ന എന്നെ ഒരു പ്രധാനപ്പെട്ട പ്രസ്ഥാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന എന്റെ സമയം നിങ്ങൾ എടുക്കരുത്. അല്ലെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് എല്ലാവർക്കും തുല്യ സമയം കൊടുക്കണം. തുല്യ സമയം വീതിക്കാനാണ് നോക്കുന്നത്. അല്ല, ഞാൻ പറയട്ടെ, BJP-കാരൻ്റെ ആളിനെ നിങ്ങൾ വിളിച്ചു വിളമ്പി കൊടുക്കുകയാണ്, എന്റെ ഇല പിടിച്ചു പറിക്കുകയാണ്. അല്ല. ഓക്കെ.